ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന നിലപാടിൽ തന്നെയാണ് KPCC അധ്യക്ഷൻ കെ സുധാകരൻ. ഈ തീരുമാനം അദ്ദേഹം ഹൈക്കമാൻഡിനെ നേരിട്ട് തന്നെ അറിയിക്കും. പകരം പ്രഥമ പരിഗണന ടി സിദ്ദിഖിനാണ് അദ്ദേഹം നൽകുന്നത്. ലീഗിനു കൂടി സ്വീകാര്യനായ നേതാവാണ് ടി സിദ്ദിഖ് എന്ന വിലയിരുത്തലിലാണ് സിദ്ദിഖിനെ പകരം കണ്ണൂരിൽ മത്സരിപ്പിക്കാനുള്ള കെ സുധാകരന്റെ നീക്കം എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. നേരത്തെ തന്നെ മത്സരിക്കാനില്ല എന്ന നിലപാട് പരസ്യമായി സ്വീകരിച്ചിട്ടുള്ള ആളുകൂടിയാണ് സുധാകരൻ എന്നതാണ് ശ്രദ്ധേയം. ഡൽഹി ചർച്ചകളിലൊക്കെ ഇത് വരുമായിരിക്കും. നമുക്കൊപ്പം ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, ഡൽഹിയിൽ പ്രധാനപ്പെട്ട ചർച്ചകൾ നാളെ നടക്കാൻ പോവുകയാണ്. ഇതിനിടയിലാണ് സുധാകരൻ ഇത്തരമൊരു നിലപാട് ശക്തമായി ഉന്നയിക്കുന്നത്. സുധാകരന്റെ ഈ വാദം അംഗീകരിക്കപ്പെടുമോ? സുധാകരൻ തന്നെ മത്സരിക്കുമോ അതോ മറ്റൊരു സ്ഥാനാർത്ഥി കണ്ണൂരിൽ വരുമോ? സജിത്ത്, നമുക്കറിയാം കണ്ണൂരിൽ CPMന്റെ ജില്ലാ സെക്രട്ടറി തന്നെ മത്സരരംഗത്തേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായതോടെയാണ് കെ സുധാകരൻ തന്നെ മത്സരിക്കണമെന്ന ആവശ്യം DCC നേതൃത്വത്തിന്റെയും മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെയും ഒക്കെ ഭാഗത്ത് നിന്ന് ഉയർന്നത്. പക്ഷേ KPCC അധ്യക്ഷ സ്ഥാനവും പാർലമെന്റ് മെമ്പർ എന്ന സ്ഥാനവും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിലെ പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ അന്ന് തന്നെ ഹൈക്കമാൻഡിനെ കെ സുധാകരൻ അറിയിച്ചിരുന്നു. പക്ഷേ ഹൈക്കമാൻഡ് ഏറ്റവും കൂടുതൽ ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി കെ സുധാകരൻ തന്നെയാണ് എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് കണ്ണൂരിൽ സുധാകരൻ തന്നെ മത്സരിക്കണമെന്ന ആവശ്യം മുമ്പോട്ട് വെച്ചത്. പക്ഷേ വ്യക്തിപരമായ തീരുമാനം കൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കും അന്തിമമായ സ്ഥാനാർത്ഥി പ്രഖ്യാപനമെന്ന് അന്ന് തന്നെ ഹൈക്കമാൻഡ് നിലപാടെടുക്കുകയും ചെയ്തു. അവിടെയാണ് കെ സുധാകരൻ ഇപ്പോൾ കൃത്യമായ ഒരു നിലപാടെടുത്തിരിക്കുന്നത്. കണ്ണൂരിൽ മത്സരിക്കാൻ താനില്ല എന്ന നിലപാട് കെ സുധാകരൻ ഹൈക്കമാൻഡിനെ നേരിട്ട് അറിയിക്കുകയാണ്. പകരം ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളുടെ ഒരു പട്ടിക അവിടെ സമർപ്പിക്കും. അവിടെ പ്രഥമ പരിഗണന കൽപ്പറ്റ MLAയും യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷനുമായ ടി സിദ്ദിഖിനാണ് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ലീഗിന് കൂടി സ്വീകാര്യനായ ഒരു നേതാവാകണം കണ്ണൂരിൽ നിന്ന് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി എന്നൊരു വിലയിരുത്തിന്റെ അടിസ്ഥാനത്തിലാണ് സാമൂഹ്യ സമവാക്യങ്ങളൊക്കെ ചേർത്ത് വായിച്ചുകൊണ്ട് ടി സിദ്ദിഖിനെ തന്നെ പരിഗണിക്കാമെന്നൊരു പേരിന് അത്തരത്തിലൊരു മുൻഗണന നിശ്ചയിക്കുന്ന തരത്തിലേക്ക് കെ സുധാകരൻ എത്തിയിരിക്കുന്നതെന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഇക്കാര്യങ്ങൾ അദ്ദേഹം ഹൈക്കമാൻഡിനെ അടുത്ത ദിവസം നേരിട്ടറിയിക്കും. ഹൈക്കമാൻഡ് ഈ വിഷയത്തിലെടുക്കുന്ന തീരുമാനമായിരിക്കും നിർണായകമായി മാറുക. സജിത്ത്, യെസ്, അതാണ് സാഹചര്യം. കെ സുധാകരൻ എന്തായാലും മത്സര രംഗത്തില്ല എന്ന നിലപാടിലാണ്.